അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും NBC അവതാരക ക്രിസ്റ്റ്യൻ വെൽക്കറും തമ്മിലൊരു അഭിമുഖം നടത്തിയിരുന്നല്ലോ. അത് കടുത്ത വാക്കേറ്റത്തിൽ കലാശിച്ചു. കാലിഫോർണിയയിലെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം രോഷം കൊണ്ടു അദ്ദേഹം മൈക്കൊക്കെ ഊരി എറിഞ്ഞിട്ട് എഴുന്നേറ്റ് പോയി എന്ന രീതിയിലൊരു വാർത്ത പ്രചരിക്കുന്നു. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? കഴിഞ്ഞ രാത്രിയിൽ ഇറാൻ ഇസ്രയേലിനെതിരെ കനത്ത വ്യോമാക്രമണം നടത്തിയായിരുന്നു. അത് മാത്രമല്ല, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജെഫ്രി എപ്സ്റ്റീന്റെ പേരും എപ്സ്റ്റീൻ ഐലൻഡിന്റെ പേരും അതുപോലെ അഴിമതിക്കാർക്കെതിരെയുള്ള ഒരു ആക്രമണമാണെന്ന് ഈ മിസൈലിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇറാന്റെ സ്റ്റേറ്റ് മീഡിയയായ മെഹർ ന്യൂസ് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇസ്രയേലിനെ വലിയ തോതിൽ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇസ്രയേലിന്റെ സൈനിക കമാൻഡ് ഉടൻ തന്നെ അടിയന്തര യോഗം കൂടി ഇതിനെ നേരിടാനായിട്ട് തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ സമയത്ത് ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് അതുപോലെ ഇറാനും ഈ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്, ഇത് ഡീഎസ്കലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ അഭിമുഖത്തിൽ ഡൊണാൾഡ് ട്രംപ് ഈ ആസ്തിയെ പറ്റിയും ഒക്കെ സംസാരിക്കുമ്പോൾ ഇറാന്റെ ആസ്തികൾ ഒരു കാരണവശാലും വിട്ടുകൊടുക്കത്തില്ല, മരവിപ്പിച്ച് തന്നെ കിടക്കും. അതുമാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി ഈ ആസ്തികൾ ഉപയോഗിക്കാൻ വേണ്ടി സ്കോട്ട് ബസന്ത് ഇന്നലെ അതിന്റെ കണക്കെടുപ്പിനുള്ള ഓർഡറൊക്കെ നൽകിയിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് പ്രകോപിതനായത്. താങ്ക് യു മധു കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.